വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഗൗതം ഒരിക്കലും വസുന്ധരയുടെ ഓഫറുകൾ സ്വീകരിക്കരുത്. അതിനിപ്പോ എന്താ ഒരു വഴി? അതെ, അതാണ് കാര്യം. അങ്ങനെ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ പണി പാളും. ശിവാനി പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഈശ്വരമംഗലത്ത് നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ പിന്തുണയാണ് അവന്റെ ശക്തി. അത് കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അവനെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുവെന്ന് ഗൗതമിന്റെ ഉള്ളിലുള്ള വിശ്വാസമുണ്ടല്ലോ, അത് വേണം നമ്മൾ തകർക്കാൻ. അതിന്റെ ആദ്യ ഇര വസുന്ധരയായിരിക്കുകയും വേണം. ഗൗതമിനെ വസുന്ധരയുടെ ശത്രുവാക്കി മാറ്റണമെന്നാണോ CKC പറയുന്നത്? യെസ്, അതുമാത്രമാണ് അവന്റെ ഉള്ളിലേക്ക് തീ കോരിയിടാനുള്ള ഏക വഴി. അതിനൊരു ആദ്യ കോൺട്രിബ്യൂഷൻ എന്റെ വക ആയിക്കോട്ടെ, എന്താ? ബാക്കി CKC ചെയ്യണം. ഓക്കെ ആണോ? എന്താ നീ ഉദ്ദേശിച്ചത്? ഇത്രയുള്ളോ? ഇത് ഞാൻ നിസ്സാരമായിട്ട് നടത്തിത്തരാം. ഇത് വർക്കൗട്ടായാൽ ഗൗതമിന്റെ മനസ്സിൽ ഒരു കരട് വീണാൽ അതിനെ ഒരു വ്രണമാക്കി മാറ്റുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ചെയ്തിരിക്കും. ആ നിർമ്മല ഇവിടുന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നിനക്കിവിടെ പിടിപ്പത് പണിയാണല്ലോ നിധി. സത്യം പറഞ്ഞാൽ നിർമ്മല ഇറങ്ങിപ്പോയപ്പോഴേ നീയും പോന്നാ ഞാൻ വിചാരിച്ച. പക്ഷേ നീ ആയാലും ഗൗതമായാലും പോണെങ്കി പോട്ടെ എന്നുള്ള തീരുമാനം എടുത്തത്. അപ്പൊ ഈ ആന്റിന്ന് അമ്മന്നൊക്കെ വിളിച്ച് രണ്ടുപേരും കൂടെ സൂചിപ്പിച്ചത് വെറും ഷോ ആയിരുന്നല്ലേ? ഷോ കാണിക്കലൊക്കെ നിനക്കേ അറിയുള്ളൂ ശിവാനി. ഞങ്ങൾ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ചത്താ കൂടെ ചാവൂന്ന് പറഞ്ഞ നീയോ ഗൗതമോ നിർമ്മലയൊന്നും അന്വേഷിച്ചു പോയതുപോലുമില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അന്വേഷിക്കുന്നില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഓ പിന്നെ ഇങ്ങനെയല്ലേ അന്വേഷിക്കുന്നേ? റോഡിൽ പോകുമ്പോ രണ്ട് സൈഡ് നോക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും അല്പം സമാധാനം തന്നാലല്ലേ പറ്റുള്ളൂ. എല്ലാം ഒന്ന് ശാന്തമായിക്കോട്ടെ. എവിടെയുണ്ടെങ്കിലും നിർമ്മലന്റെ കണ്ടുപിടിച്ച് ഞങ്ങൾ തിരികെ കൊണ്ടുവന്നിരിക്കും. ഓഹോ, അപ്പൊ അത്രയ്ക്ക് ബന്ധമുണ്ട് നിനക്ക് ഗൗതമനെ അവളോട് അല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഒന്ന് മിണ്ടാതെ പോയി തരാമോ? എന്റെ പൊന്നോ, അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ നിനക്ക് നോവും. ശരി, ഞാൻ വിട്ടു. നീ പോയി ചെടിക്ക് വെള്ളം ഒഴിച്ചോ, അതെങ്കിലും നടക്കട്ടെ. ആ, അല്ലെങ്കിലും വല്ലൊരു നട്ടു വളർത്തി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുള്ള യോഗം നിനക്കൊക്കെ ഉള്ളൂ. നോക്കണ്ട, സത്യമില്ലേ ഞാൻ പറഞ്ഞേ? ഇനിയിപ്പോ ഒന്നല്ല 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചങ്ങോട്ട് ഞാൻ തരും. അതിനെ നീ തന്നെ വളർത്തിയാ മതി. നിനക്കതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എടി, നീ ഈ കള്ള 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും സത്യമാവില്ല ശിവാനി. കാരണം നീ പ്രഗ്നന്റ് അല്ല എന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നവളാ ഞാൻ. പിന്നെ എന്റെ യോഗത്തിന്റെ കാര്യം, ഇനി ഒരു കുഞ്ഞിന് ജന്മം നൽകാനോ അതിനെ ലാളിച്ചു വളർത്താനോ എനിക്ക് ദൈവം വിധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് അങ്ങ് സമാധാനിച്ചോളാം. ഞങ്ങളെ അങ്ങ് വെറുതെ വിട്ടേക്ക്. എങ്ങനെങ്കിലുമൊക്കെ ഞങ്ങൾ ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇന്നത്തോടെ എന്റെ ഗൗതം ഉണ്ടല്ലോ, അവന്റെ സമാധാനമൊക്കെ ഞാൻ തീർത്ത് തന്നേക്കാം. പിന്നെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാലോ. അല്ല, പ്രണവ് അവനൊരു മീറ്റിംഗ് കൂടെ ഉണ്ട്. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അവൻ കമ്പനിക്കാരിൽ വന്നോളൂ. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചുപോയി. ഇന്നും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കാണുമോന്ന്. നെവർ. ഇനി ഞാൻ അത്തരം ഒരു ഇഷ്യൂവിലും കുരുങ്ങില്ല നിധി.
നീ ആ കാര്യത്തിൽ പേടിക്കേ വേണ്ട. എങ്കിൽ വേഗം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കോഫി എടുത്ത് വെക്കാം. കോഫി മാത്രമാക്കണ്ട, നല്ല വിശപ്പുണ്ട്. സ്നാക്സ് എന്തെങ്കിലും എടുക്കാം. സ്നാക്സ് എന്ന് പറയുമ്പോ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഇലയുടെ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നെ. എങ്കിൽ പിന്നെ ഫ്രഷ് ആവലൊക്കെ പെട്ടെന്ന് വേണ്ട, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയക്കോ. അപ്പോഴേക്കും ഞാൻ ഇലയുടെ ഉണ്ടാക്കാം. ഓക്കെ, ഡൺ, സെറ്റ്. നീ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങു ഗൗതം, അപ്പോഴേക്കും ഞാനിങ്ങ് എത്തിക്കോളാം കേട്ടാ. യെസ്, ഇത് തന്നെയാ തക്ക സമയം. ഹലോ അമ്മേ. ഷോ, എന്റെ അമ്മേ, ആ കഥയൊക്കെ പറയാതെ ഇരിക്കുന്നതാ നല്ലത്. ഗൗതമിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് തന്നെ സങ്കടം തോന്നുക. ഗൗതം അനാഥരാണെന്നുള്ള സത്യം ഞാൻ കാരണമാണ് പുറത്തറിഞ്ഞതെങ്കിലും എനിക്കിപ്പോ സങ്കടം തോന്നുക. ആർക്കതിലും സങ്കടം തോന്നില്ലേ അമ്മേ? ഓഫീസിൽ വെച്ച് ഗൗതമിന്റെ ശമ്പളം വാങ്ങുന്ന സ്റ്റാഫുകൾ പോലും അനാഥനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുമ്പോ എന്തൊരു കഷ്ടാ. വീണ്ടും ഓഫീസിലൊക്കെ പോയി. പാവം, ഇവിടുന്ന് ഇറങ്ങി എങ്ങോട്ട് പോവാനാ? അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അങ്ങ് സഹിക്കുക, അത് തന്നെ, വേറെ വഴിയില്ലല്ലോ. അമ്മി പറഞ്ഞത് ശരിയാ. പക്ഷെ സ്വന്തം വീട്ടിലുള്ളവർ പോലും ഗൗതമൻ ഇങ്ങനെ പറ്റിക്കാണെന്ന് ഓർക്കുമ്പോ ഈ പറയുന്ന എനിക്ക് പോലും സങ്കടാവുക. ഗൗതമേ അനാഥനാണെന്ന് നാട്ടില് പാട്ടായതോടെ ഇവിടെ ആർക്കും ഗൗതമനോട് പഴയ താല്പര്യമൊന്നും ഇല്ല. തൽക്കാലത്തേക്ക് തള്ളിക്കളയാതെ കൂടെ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. അതാണമ്മ കാര്യം. പെട്ടെന്ന് ഗൗതമൻ അങ്ങനെ ഒരു സംശയം തോന്നാൻ പാടില്ലല്ലോ. ഇനിയൊരു കാര്യം അമ്മയ്ക്ക് അറിയോ? പ്രണവ് പോലും എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഏട്ടന് ഒരു സംശയവും വരാതെ നോക്കണോന്ന്. അങ്ങനെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഉള്ളിലുള്ള അവരുടെ വെറുപ്പ് പുറത്തു കാണാതെ മറച്ചു പിടിച്ച് ഗൗതമന്റെ മുന്നിൽ അഭിനയിക്കണം എന്ന് തന്നെയല്ലേ? ഇവിടുത്തെ ഭിത്തികൾക്കോലും കാതുള്ളതാ. ഞാനേ ഒന്ന് മാറി നിന്ന് സംസാരിക്കാം. അമ്മ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരു മിനിറ്റ്. ആള് കൂടെ വരുന്നുണ്ട്. എന്തായാലും കേറി കൊത്തി. അമ്മേ പറയമേ. അമ്മ ചോദിച്ച അതേ സംശയം എനിക്കും തോന്നിയതാ. ഗൗതം അനാഥനാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു എന്നത് സത്യം. പ്രണവിന് മാത്രമാണല്ലോ ഇതൊരു പുതിയ അറിവ്. അപ്പൊ പിന്നെ ഇവരെന്തിനാ അതിനെ ഒരു പ്രശ്നമാക്കുന്നതെന്ന് ഞാൻ ഒളിഞ്ഞു മറിഞ്ഞു ഇവിടെ എല്ലാവരോടും ചോദിച്ചു. അതിന് മറുപടി എനിക്ക് കിട്ടുകയും ചെയ്തു. എന്റെ അമ്മേ, ഗൗതമിന്റെ ആ കാര്യം നേരത്തെ വസുന്ധര ആന്റിക്കും ഗോപി അങ്കിളിനും പാർവതി ആന്റിക്കും മാത്രമല്ലേ അറിയായിരുന്നുള്ളൂ.